ഏവർക്കും നമസ്കാരം. ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ അവരെ നയിക്കുമാറാണ്. വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അതിൽ ഇന്ന് നമ്മൾ പ്രതിരോധ വ്യവസ്ഥയെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. പരിചയപ്പെടുക മാത്രമേ ഉള്ളൂ, നമ്മൾ അതിനകത്തേക്ക് പോകുന്നില്ല. അതിലെ ഓരോ വിഷയവും എന്താണെന്നുള്ളത് വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് കാലങ്ങൾ എടുക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ഈ വ്യവസ്ഥ എന്നുള്ളത്, എന്താണ് അതിന്റെ ബേസിക് ഫംഗ്ഷൻ എന്നുള്ളത് മാത്രമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്? ഷെയർ പെർമിഷൻ തരും. Immunity system maintains defense, balance and healing through body rhythm. പ്രതിരോധ വ്യവസ്ഥയും ആരോഗ്യവും. മനുഷ്യന്റെ പ്രതിരോധ സംവിധാനം ശരീരത്തിന്റെ സ്വാഭാവിക സുരക്ഷാ നവീകരണ സംവിധാനമാണ്. അണുബാധകൾ, വിഷാംശങ്ങൾ, കേടുപാടുകൾ സംഭവിച്ചതോ അസ്വാഭാവികമോ ആയ കോശങ്ങൾ എന്നിവയിൽ നിന്നും ഇത് ശരീരത്തെ സംരക്ഷിക്കുന്നു. ശരീരത്തിന്റെ ഭാഗമായതിനെയും അല്ലാത്തതിനെയും തിരിച്ചറിഞ്ഞ് സന്തുലിതമായി പ്രതികരിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അസ്ഥി, മജ്ജ, തൈമസ്, പ്ലീഹ, ലിംഫ് നോഡുകൾ, ടോൺസിലുകൾ, ചർമ്മം, ശ്ലേഷ്മ ചർമ്മങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾക്കൊള്ളുന്ന പ്രധാന അവയവങ്ങൾ. ഇതിൽ ലിംഫാറ്റിക്, രക്തചംക്രമണം അല്ലെങ്കിൽ ദഹനം, ശ്വസനം, നാഡി, എൻഡോക്രൈൻ വ്യൂഹങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ശക്തമായ പ്രതിരോധ ശേഷി രോഗങ്ങളെ തടയുകയും വീക്കം നിയന്ത്രിക്കുകയും രോഗശാന്തിയെ പിന്തുണയ്ക്കുകയും ആന്തരിക സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നു. വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം, മോശം ദഹനം, ഉറക്കമില്ലായ്ക, അനാരോഗ്യകരമായ ഭക്ഷണം, വിഷാംശങ്ങൾ, വൈകാരിക സമ്മർദ്ദം, കുടലിലെ അസന്തുലിതാവസ്ഥ എന്നിവ കാരണം പ്രതിരോധ ശേഷി ദുർബലപ്പെടുന്നു. ഇത് അമിതമായി പ്രതികരിക്കുകയോ അലർജികൾക്കോ ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾക്കോ കാരണമാവുകയും ചെയ്തേക്കാം. നല്ല ഭക്ഷണം, ആഴത്തിലുള്ള ഉറക്കം, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ, പ്രകൃതിദത്ത ഭക്ഷണം, ജലാംശം, ചലനം, സൂര്യപ്രകാശം, ശ്വസനം, കുടലിന്റെ ആരോഗ്യം, താളാത്മകമായ ജീവിതം എന്നിവയിലൂടെ പ്രതിരോധ ആരോഗ്യം മെച്ചപ്പെടുന്നു. സന്തുലിതമായ പ്രതിരോധ ശേഷി ശരീരത്തിന്റെ ആരോഗ്യത്തെ സ്വാഭാവികമായി പുനഃസ്ഥാപിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആശയമാണ്. ഇതിന്റെ ഫംഗ്ഷൻ സിമ്പിൾ ആണെന്നല്ല പറഞ്ഞത്, ആശയം സിമ്പിളാണ്. പ്രതിരോധം ശരീരത്തെ അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അതിന്റെ നവീകരണത്തിന് വേണ്ടി നിലനിർത്തുന്ന സംവിധാനത്തെയാണ് നമ്മൾ ഈ പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. പ്രതിരോധം എന്ന് പറയുമ്പോൾ ശരീരത്തിനകത്തേക്ക് ഇപ്പോൾ ഒരു അനുചിതമായ ഒരു സാഹചര്യം കടന്നു വന്നാൽ അതിന് നേരെ പ്രതികരിക്കുക, അതിനോട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാതല്ല, അത് ശരീരത്തെ ബാധിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം. അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ, അല്ലെങ്കിൽ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനെതിരെ പ്രവർത്തിച്ച് അത് ശരീരത്തിന്റെ മേലെ ആഘാതം ഏൽപ്പിക്കാതെ അല്ലെങ്കിൽ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതൊക്കെയാണ് ഈ പ്രതിരോധ വ്യവസ്ഥയുടെ ഒരു ഉത്തരവാദിത്വം. അതിന് ഈ നമ്മൾ പൊതുവെ പറയുന്ന അണുബാധ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. നമ്മളിപ്പോ എവിടെങ്കിലും ഒരു മുറിവുണ്ടായി, അതുവഴിയുള്ള അണുബാധ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ ശരീരത്തിനകത്തേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശങ്ങൾ കേടുപാടുന്നത്, അതുപോലെ കേടുപാടുകൾ, നമ്മുടെ ശരീരത്തിന്റെ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാം. ആ കേടുപാടുകൾ സംഭവിച്ച കോശങ്ങൾ നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ അസ്വാഭാവികമായ കോശങ്ങൾ, എന്തെങ്കിലും അനുചിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കോശങ്ങൾ, ഇവ ശരീരവുമായിട്ട് കോണ്ടാക്റ്റിലാവുന്ന സമയത്ത് അത് ശരീരത്തെ ബാധിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ചെയ്യുന്നത്. ശരീരത്തിന്റെ ഭാഗമായതും അല്ലാത്തതും അങ്ങനെ ഒരു വേർതിരിവ് ശരീരത്തിനുണ്ട്. ഈ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കാണിക്കുന്നുണ്ട്. ശരീരത്തിന്റെ ഭാഗമായി ഇരിക്കുന്നു, അപ്പൊ അങ്ങനെയുള്ളത് കളയേണ്ടതില്ല, കളയാൻ പാടില്ല. ശരീരത്തിന്റെ ഭാഗമല്ല, അത് ഏതെങ്കിലും തരത്തിൽ ഒരിക്കൽ ശരീരത്തിന്റെ ഭാഗമായിരുന്നു, പക്ഷെ ഇപ്പൊ ശരീരത്തിന്റെ ഭാഗമല്ല എങ്കിൽ അത് വെളിയിലാണ്, അത് പുറത്താണ്, അത് അന്യവസ്തുവാണ്, അത് അലീൻ എലമെന്റ് ആണ് എന്ന രീതിയിൽ കണക്കാക്കുന്നത് ആണ് ഈ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത.
അപ്പോ ഈ ഒരു രീതിയിൽ ബാലൻസ് ചെയ്തിട്ടാണ് അത് പ്രവർത്തിക്കുക. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് കുറെ സിസ്റ്റത്തിലൂടെയാണ്, അല്ലെ കുറെ അവയവങ്ങളിലൂടെയാണ്. അസ്ഥിമജ്ജകൾ ഈ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന്റെ ഭാഗമാണ്. തൈമസ്, പ്ലീഹ, ലിംഫ് നോഡുകൾ, അതുപോലെ തന്നെ ടോൺസിലുകൾ, ഈ ചർമ്മം എന്ന് പറയുന്നത്, ശ്ലേഷ്മ ചർമ്മങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്ന പ്രധാന അവയവങ്ങൾ. ശരീരത്തിന്റെ വ്യത്യസ്ത അവയവങ്ങളുണ്ടല്ലോ, അവയവങ്ങൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ പല സിസ്റ്റംസുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട്. അതിൽ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഇനി മറ്റന്നാളെ സംസാരിക്കും. ലിംഫാറ്റിക് സിസ്റ്റം, രക്തചംക്രമണ സിസ്റ്റം തന്നെ സംസാരിച്ചു. ദഹന വ്യവസ്ഥ അത് സംസാരിച്ചാണ്. ശ്വസന വ്യവസ്ഥ അത് സംസാരിച്ചാണ്. നാഡീ വ്യവസ്ഥ അത് സംസാരിച്ചാണ്. എൻഡോക്രൈൻ വ്യൂഹം അത് നമ്മൾ സംസാരിക്കും. ഇവയൊക്കെ ആയിട്ട് ചേർന്നിട്ടാണ് ഈ മറ്റേ ഇമ്മ്യൂണിറ്റി സിസ്റ്റം എന്നുള്ളത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഈ ശക്തമായ പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ അത് അനുചിതമായ ശാരീരികാവസ്ഥകളെ തടയും. അതിന് രോഗങ്ങളെ തടയും എന്ന് പറഞ്ഞത്, രോഗങ്ങളെ തടയും. അതുപോലെ തന്നെ വീക്കം, ശരീരത്തിലെ ഈ പ്രതിരോധത്തിന്റെ ആദ്യ ലക്ഷണമാണ് ഈ വീക്കം എന്ന് പറയുന്നത്. ഈ വീക്കത്തെ നിയന്ത്രിക്കും. അത് രോഗശാന്തി എന്നുള്ളതിനെ സപ്പോർട്ട് ചെയ്യും, നല്ല പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ ഇന്റേണൽ ആയിട്ടുള്ള ആ ഹോമിയോസ്റ്റാസിസ് എന്നുള്ള അവസ്ഥയുണ്ട്, ആന്തരികമായിട്ടുള്ള സന്തുലിതാവസ്ഥ, അതിനെ നിലനിർത്തുക. ഇതൊക്കെയാണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രത്യേകത, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം ഉണ്ടെന്നിരിക്കട്ടെ, നമുക്ക് ആകെ മെന്റൽ ടെൻഷനും പ്രശ്നങ്ങളൊക്കെയാണ്. അത് സ്വാഭാവികമായിട്ടും ദഹനത്തെ ബാധിക്കും. മോശം ദഹനം ഉണ്ടാവും, നമുക്ക് ഉറക്കമില്ലായ്ക ഉണ്ടാവും, അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഇതേ അവസ്ഥ ഉണ്ടാവും. അതുപോലെ വിഷാംശങ്ങൾ അകത്ത് കയറുകയാണെങ്കിൽ വൈകാരികമായി നമ്മൾ വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എന്ന് വെച്ചാൽ ഇന്റേണലി നമ്മൾ ആലോചിച്ച് കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്, കുടലിന് ഇംബാലൻസ് വരികയാണ്. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബാധിക്കും. ഇമ്മ്യൂണിറ്റി സിസ്റ്റം ആകെ താറുമാറാവും, കൺഫ്യൂഷനിലാവും. ഈ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അത് ശരീരം അമിതമായി പ്രതികരിക്കേണ്ടി വരും. അപ്പോ നമുക്ക് ഈ അലർജി പോലുള്ള കാര്യങ്ങൾ, സ്കിന്നിന്റെ മുകളിലൊക്കെ അലർജി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതുപോലെ ഇന്റേണലി ഒക്കെ ആയിട്ട് ഓട്ടോമ്യൂൺ ഡിസീസുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ശരീരം ശരീരത്തെ തന്നെ പ്രതിരോധിക്കുന്ന, ശരീര പ്രവർത്തനങ്ങളെ തന്നെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എന്നുവെച്ചാൽ ടോട്ടൽ കൺഫ്യൂഷൻ ഉണ്ടാവും ചുരുക്കം. ഇതിനെ പരിഹരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് നല്ല ദഹനം ഉണ്ടാവുക എന്നുള്ളതാണ്, ആഴത്തിലുള്ള ഉറക്കം ഉണ്ടാവുക എന്നുള്ളതാണ്, മാനസിക സമ്മർദ്ദം നല്ലപോലെ കുറച്ച് ശാന്തമായി ജീവിക്കുക എന്നുള്ളതാണ്, പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ഈ കൃത്രിമ ഭക്ഷണങ്ങൾക്ക് പകരം പ്രകൃതിദത്തമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്, ശരീരത്തിനകത്തേക്ക് ആവശ്യത്തിന് ജലാംശം എത്തിക്കുക എന്നുള്ളതാണ്, ശരീരത്തിന് ആവശ്യത്തിന് ചലനം കൊടുക്കുക, അതുപോലെ തന്നെ സൂര്യപ്രകാശം കൊള്ളുക, നല്ല രീതിയിലുള്ള ശ്വസനം ഉണ്ടാവുക, കുടലിന്റെ ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിക്കുക, അതുപോലെ താളാത്മകമായ ജീവിതം കൊണ്ടു നടക്കുക എന്നിവയിലൂടെയാണ് ഈ പ്രതിരോധ ആരോഗ്യം മെച്ചപ്പെടുക. അല്ലാതെ ഈ നമ്മൾ എപ്പോഴും ടെൻഷനിലൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വ്യാവഹാരിക കാര്യങ്ങളിലായിരിക്കുന്ന സമയത്ത് പ്രതിരോധ സംവിധാനം താറുമാറാവുകയാണ് ചെയ്യുക. അപ്പോ സന്തുലിതമായ പ്രതിരോധ ശേഷിയാണ് നമ്മുടെ ശരീരത്തിലുള്ളതെങ്കിൽ ശരീരത്തിന്റെ ആരോഗ്യം സ്വാഭാവികമായിട്ടും പുനഃസ്ഥാപിക്കപ്പെടും. സന്തുലിതമല്ലെങ്കിൽ, പ്രതിരോധ സംവിധാനം സന്തുലിതമല്ലെങ്കിൽ മൊത്തം സിസ്റ്റം തകിടം പറയും. അപ്പോ നമ്മുടെ വിസർജന പ്രക്രിയയ്ക്ക് വേണ്ടുന്ന രീതിയിൽ, ഇത് വിസർജനമല്ല ഈ ഒരു സംവിധാനം, ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ അതിനെ പ്രതിരോധിച്ച് ശരീരത്തിന്റെ ഭാഗമായത് ശരീരത്തിന്റെ ഭാഗമല്ലാത്തത് എന്തെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിനെ വേർതിരിച്ച് കണ്ട് ബോധ്യപ്പെടുന്ന, അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതനുസരിച്ച് ശരീരപ്രവർത്തനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണിത്. അപ്പോൾ ഈ ഒരു സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ ശരീരത്തിന് നല്ലത് ചീത്തയത് അസ്വാഭാവിക സാഹചര്യം എന്നൊക്കെ തിരിച്ചറിയൂ. അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ പ്രതിരോധ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ നിങ്ങൾ സ്വയം നിരീക്ഷിക്കുക. അതുമായിട്ട് നമുക്ക് അടുത്ത വിഷയങ്ങളിലേക്ക് പോകാം. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്